സുശീല ഈയടോ, തനിക്ക് എന്റെ പേര് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലടോ. ഉളുപ്പില്ലാതെ കേറി വന്നിരിക്കുന്നു. നാണമില്ലാതെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയവന് നാണം കെട്ട് വരാനും പറ്റും. എന്നാ വലിച്ചു കെട്ടിക്കൊണ്ടുവന്ന മാന്യന്മാർക്കെങ്കിലും കുറച്ച് ഉളുപ്പ് വേണ്ടേ? അതെ, ഞങ്ങളുടെ ഉളുപ്പും മാനൊന്നും നീ ഇളക്കണ്ട. ശേഖർ നിന്റെ ഭർത്താവല്ലെന്നും നിന്റെ മക്കളുടെ അച്ഛനല്ലെന്നും നീ പറ. ശേഖരനെ ഞങ്ങൾ തിരിച്ചുകൊണ്ടേക്കോളാം. എന്തായി? നഷ്ടപ്പെട്ടു പോയ ഭർത്താവിനെയും അച്ഛനെയും തിരിച്ചു കിട്ടുമ്പോൾ സുശീലയ്ക്കും മക്കൾക്കും സന്തോഷാവൂന്ന ഞാൻ വിചാരിച്ചത്. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അമ്മയ്ക്ക് അച്ഛന്റെ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് അച്ഛൻ പോയ ശേഷം അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും രോഷമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾക്കും അച്ഛൻ തിരിച്ചു വന്നിട്ടും ഒരു സന്തോഷമില്ലാത്തത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മാഷേ, ഈ മനുഷ്യനെ ഇവരും ഞാനൊക്കെ കണ്ടിട്ടുള്ളത് വിച്ചുമോനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആളായിട്ടും മഴയത്ത് ഇങ്ങോട്ട് കയറി വന്നൊരു ഭ്രാന്തനായിട്ടൊക്കെയാ. പെട്ടെന്ന് അയാൾ അച്ഛനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അത് ശ്യാം പറഞ്ഞ ശരിയാണ്. മക്കളുടെ മനസ്സിൽ അച്ഛന്റെ ചിത്രമില്ലല്ലോ. സുശീൽ അച്ഛനെ കുറിച്ച് മക്കളോട് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. ഞാൻ ഇയാളെ കുറിച്ച് എന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇയാളൊരു കള്ളനും ചതിയനും കുടുംബദ്രോഹിയുമാണെന്നാ. എന്റെ അനുഭവം അത്. ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് അത്രയ്ക്ക് ഇയാൾ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ സഹിച്ചതും പോരാഞ്ഞ് 3 മക്കളെയും മൂക്കറ്റം കടവും എന്റെ തലയിലിട്ടിട്ട് കടന്നു കളഞ്ഞവനാ ഇയാള്. ഈ എരണം കെട്ടവൻ. അതിനുശേഷം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയോ നിങ്ങൾക്ക്? കുറച്ചെങ്കിലും അറിയുന്നതേ എന്റെ ഇന്ദ്രനാ. ആ, അവനെ നിങ്ങൾ എല്ലാവരും കൂടി ചാകട്ട് പിടിച്ച് കാണുമല്ലോ. പക്ഷേ എനിക്കും എന്റെ മക്കൾക്കും ഇനി ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആവശ്യമില്ല. ഞാൻ പൊയ്ക്കോളാം സുശീലേ, പൊയ്ക്കോളാം. ഒരൊറ്റ ദിവസം ഞാൻ എൻ്റെ മക്കളോടൊപ്പം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടെ അതിനെന്നെ ഒന്ന് സമ്മതിക്കണം. നിന്നെ ഞാൻ ചതിച്ചതും ദ്രോഹിച്ചതും ഒക്കെ സത്യ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിന്നെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരു മകനുണ്ടായിരുന്നു, ഇന്ദ്രൻ. അവനെ കൂടി നോക്കേണ്ട ചുമതല നിനക്കായിരുന്നു. കിട്ടുന്ന കാശ് മുഴുവൻ കൂട്ടുകാരുമൊത്ത് മദ്യപിച്ച് തീർക്കുന്നവനായിരുന്നു ഞാൻ. എന്നിട്ടും നീ എന്നെ കുറെ കാലം സഹിച്ചു. ഭാര്യയും മക്കളും എന്ന ചിന്ത വരുമ്പോഴേക്കും കുറച്ചു വൈകി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു പിന്നീടുള്ള ചിന്ത. ഞാൻ കുടുംബത്തെ വലിച്ചെറിഞ്ഞു പോയതല്ലാന്ന് നിനക്കറിയാലോ. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഗൾഫിൽ പോയത്. പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്കും യോഗമില്ലാണ്ട് പോയി. അവിടെ എന്നെ കാത്തിരുന്നത് കൊടും പീഡനവും ജയിലറയുമാണ്. ഇത് രണ്ടുവേ ദുഷ്ടന്മാർക്കുള്ള ശിക്ഷയാണോ? താനത് അനുഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇങ്ങോട്ട് കെട്ടിയെടുക്കാതെ എവിടെങ്കിലും പോയി തൊലയായിരുന്നില്ലേ തനിക്ക്?
സുശീലെ തെറ്റാർക്കും സംഭവിക്കാം.